മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ജീവിതത്തിൽ സ്വർഗവും നരകവും മറ്റ് മതങ്ങളിലുള്ള പ്രവാചകരും പണ്ഡിതരും പറയുന്ന രീതിയിലല്ല ഭാരതത്തിൽ സ്വർഗവും നരകവും ഉള്ളത്. അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും വിവരണം തികച്ചും സയന്റിഫിക്കലി, ലോജിക്കലി, റാഷണലി ആണ് വിവരിച്ചിരിക്കുന്നത്. ഭാഗവതം വായിച്ചാൽ പുണ്യം കിട്ടും, സ്വർഗത്തിലേക്ക് പോകും. രാമായണം, ഭഗവത്ഗീത ഇതെല്ലാം വായിച്ച് പഠിച്ച് ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ സ്വർഗം കിട്ടും, പുണ്യം കിട്ടും എന്ന പദപ്രയോഗങ്ങൾ നമ്മൾ വളരെ ലാഘവത്തോടു കൂടിയാണ് എടുക്കാറുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു സന്ദേശമാണ്. എനിക്ക് തോന്നുന്നു അല്പം പോലും അതിൻ്റെ ആന്തരാർത്ഥം മനസ്സിലാകാതെയാണ് നമ്മൾ ഈ സ്വർഗത്തെയും നരകത്തെയും പുണ്യത്തെയും പാപത്തെയും വിവരിക്കുന്നത്. സ്വർഗ നരകങ്ങളെക്കുറിച്ചും പാപപുണ്യങ്ങളെക്കുറിച്ചൊക്കെ നേരത്തെ വിവരിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ വളരെ പണ്ട് വിവരിച്ചത് വീണ്ടും വിവരിക്കാറുണ്ട്. വളരെ പണ്ട് വിവരിച്ചത് വീണ്ടും വിവരിക്കാനുള്ള പ്രധാന കാരണം ആദ്യം വിവരിച്ച രീതിയിലല്ല പിന്നീട് വിവരിക്കാറുള്ളത്. മാത്രമല്ല, 1 വർഷം 1.5 വർഷം മുമ്പ് യൂട്യൂബ് കാണുന്ന അല്ലെങ്കിൽ ഫേസ്ബുക്ക് കാണുന്ന സംഖ്യയിലല്ല ഇപ്പോൾ പലരും കാണുന്നത്. ലക്ഷക്കണക്കിന് വ്യക്തികൾ, ശ്രോതാക്കളും പ്രേക്ഷകരും ഇത് കാണുന്നുണ്ട്. ഉദയഭാരതം ഗ്രൂപ്പിലൂടെ ഒരു വലിയ ഗ്രൂപ്പ് പ്രവർത്തകര് മിഡിൽ ഈസ്റ്റിൽ ഇതിൻ്റെ ഓഡിയോ അയച്ചു കൊടുക്കുന്നുണ്ട്, വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ട്. പഴയതും എടുത്ത് അവർ പീസാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ആധുനിക സംവിധാനം ഉപയോഗിച്ച് കേൾപ്പിക്കാനുള്ള സംവിധാനത്തെ പരമാവധി പ്രയോജനപ്പെടുത്താനാണ് കുറെ കൂടി ഗഹനമായ രീതിയിൽ സാധാരണക്കാർക്കും അസാധാരണക്കാർക്കും മനസ്സിലാകാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട രീതിയിൽ കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് അറിയണമെങ്കിൽ ഇനി പറയുന്ന 5+5 10 വാക്കുകൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾ പഠിക്കണം. നിർബന്ധമായിട്ട് പഠിക്കണം. ഞാൻ വിവരിച്ചു തരാം. അത് പഠിച്ചിട്ട് അത് വേണം നിങ്ങളുടെ മക്കളോടും മറ്റുള്ളവരോടും പറഞ്ഞു കൊടുക്കാൻ. നമ്മൾ ഭാഗവതം വായിക്കുന്നതും ഭഗവത്ഗീത വായിക്കുന്നതും നാമം ജപിക്കുന്നതും പുണ്യകർമ്മം ചെയ്യുന്നതും ക്ഷേത്രത്തിലേക്ക് പോകുന്നതും തീർത്ഥാടനത്തിന് പോകുന്നതും എല്ലാം ഏറ്റവും അധികം ബാധിക്കുന്നത് നമ്മുടെ മനസ്സിനെയാണ്. മനസ്സിന് സന്തോഷം, മനസ്സിന് സംതൃപ്തി, മനസ്സിന് ആഹ്ലാദം, മനസ്സിലുള്ള നെഗറ്റീവുകളെ കുറയ്ക്കാനുള്ള വഴി. ഇപ്പൊ ശരിക്ക് മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ ബന്ധായ വിഷയാസക്തം മുക്തം നിർവിഷയം സ്മൃതം. മനസ്സ് എന്ന ഫാക്ടറാണ് ജീവിതത്തിൽ നമ്മളെ അടിമുടി നയിക്കുന്നതും മാറ്റുന്നതും. മൈൻഡ്, ആ മനസ്സ് എന്ന ആ പ്രതിഭാസം നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ കൂടെ ഉറങ്ങുന്നു, നമ്മൾ ഉണരുമ്പോൾ നമ്മുടെ കൂടെ ഉണരുന്നു. നമ്മൾ കേൾക്കുന്നതും കാണുന്നതും വാസനിക്കുന്നതും അല്ലെങ്കിൽ ടേസ്റ്റ് അറിയുന്നതും ചർച്ച ചെയ്യുന്നതും സ്പർശിക്കുന്നതും എല്ലാം മനസ്സ് ഉണർന്നിരിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മളത് അനുഭവിക്കുള്ളൂ. മനസ്സ് ഉറക്കത്തിലാണെങ്കിൽ പലതും നമ്മൾ കേൾക്കില്ല, കാണില്ല, വാസനിക്കില്ല, സ്വാദറിയില്ല, സ്പർശിക്കില്ല, ചർച്ച ചെയ്യില്ല, ചിന്തിക്കില്ല. ഈ ഉണർന്നിരിക്കുന്ന ജാഗ്രത അവസ്ഥയിലിരിക്കുന്ന മനസ്സിനാണ് ഭാരതീയർ എന്നും ഫോക്കസ് ചെയ്തത്. മറ്റ് ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളും ഭൗതികമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തപ്പോൾ ഭാരതം മാത്രം ആന്തരികമായിട്ടുള്ള വളർച്ചയ്ക്കാണ് ഫോക്കസ് ചെയ്തത്. അന്നും ഇന്നും അതാണ്. പലപ്പോഴും ഭൗതികത ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കൂടുതലാവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അത് വേണ്ടതാണ് താനും. ഈ ഇന്റേണൽ ചേഞ്ച് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മനസ്സിൽ ചേഞ്ച് വരുത്താം. ആ മനസ്സ് എന്ന് പറയുന്ന പ്രതിഭാസത്തെ ശരിക്കും നിർവചിക്കാനൊന്നും സാധിക്കില്ല. ഇനി അഥവാ സാധിച്ചാൽ തന്നെ നമുക്കത് ഉൾക്കൊള്ളാനും സാധിക്കില്ല. ആ മനസ്സിനകത്ത് 2 അറകളുണ്ട് എന്ന് വിചാരിക്കുക. 2 അറകളൊന്നുമില്ല, 2 അറകൾ. ഒന്നിൽ തിന്മകൾ മാത്രമുള്ളത്, വാശി, പക, അഹങ്കാരം, ഭയം, ദേഷ്യം, ഇങ്ങനെയുള്ള കുറേ വികാരങ്ങളുള്ളത് നമ്മുടെ മനസ്സിലാണ്. അതേ മനസ്സിലാണ് നന്മകളും ഉള്ളത്.
സ്നേഹവും ബഹുമാനവും ആദരവും കടമയും കടപ്പാടും ഒക്കെ മനസ്സിൽ തന്നെയാണ് ഉള്ളത്. നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യമിടുന്നത് മനസ്സിനകത്തുള്ള തിന്മകളുടെ അളവ് കുറയ്ക്കുക, ഇല്ലാതെയാക്കാൻ ശ്രമിച്ചാലും നടക്കില്ല. ആ തിന്മകളുടെ അളവ് കുറച്ച് നന്മകളുടെ അളവ് കൂട്ടുക. അപ്പൊ ദുർമനസ്സിനെ സന്മനസ്സാക്കുക, ദുഷ്ടമനസ്സിനെ ശിഷ്ടമനസ്സാക്കുക, ദുർമനസ്സിനെ സന്മനസ്സാക്കുക. ബാഡ് മൈൻഡ് ടു ഗുഡ് മൈൻഡ്. ഈ മനസ്സിൽ നിന്നാണ് ചിന്തകൾ വരിക. അപ്പൊ ഈ മനസ്സ് ഭയമുള്ള മനസ്സാണെങ്കിൽ ചിന്തകളും ഭയമുള്ളതായിരിക്കും. മനസ്സിൽ അപകർഷതയുണ്ടെങ്കിൽ ചിന്തകളിലും അപകർഷതയുണ്ടാവും. മനസ്സിൽ അഹങ്കാരം ഉണ്ടെങ്കിൽ ചിന്തകളിലും അഹങ്കാരം ഉണ്ടാവും. അപ്പൊ കടൽ വെള്ളം ചുമന്നതാണെങ്കിൽ തിരകളിലെ വെള്ളവും ചുമന്നതായിരിക്കും. കാരണം കടലിൽ നിന്നാണ് തിരകൾ ഉണ്ടാവുന്നത്, മനസ്സിൽ നിന്നാണ് ചിന്തകൾ ഉണ്ടാവുന്നത്. അപ്പോ ദുർമനസ്സിനെ സന്മനസ്സാക്കിയാൽ ദുഷ്ചിന്തകളെ സത്ചിന്തകളാക്കാൻ പറ്റും. ദുഷ്ചിന്തകളെ സത്ചിന്തകളാക്കിയാൽ നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ചിന്തിച്ചിട്ടാണ് പ്രവൃത്തി ചെയ്യുക, നല്ലോണം ചിന്തിച്ചിട്ടാണ് പ്രവൃത്തികൾ ചെയ്യുക. അപ്പൊ നമുക്ക് ദുഷ്പ്രവർത്തികളെ ദുഷ്കർമ്മങ്ങളെ സത്കർമ്മങ്ങളാക്കാൻ സാധിക്കും. മനസ്സിൽ മാറ്റം വരുത്തിയാൽ സന്മനസ് സത്ചിന്തകള് സത്കർമ്മങ്ങള്, ദുർമനസ് ദുഷ്ചിന്തകള് ദുഷ്കർമ്മങ്ങള്. അപ്പൊ ദുർമനസ്സിനെ സന്മനസ്സും ദുഷ്ചിന്തകളെ സത്ചിന്തകളും ദുഷ്കർമ്മങ്ങളെ സത്കർമ്മങ്ങളും ആക്കിയാല് ബാക്കി രണ്ടെണ്ണത്തില് ദുഷ്കർമ്മ ഫലങ്ങളെ സത്കർമ്മ ഫലങ്ങളും ദുഷ്കർമ്മ പ്രതിഫലങ്ങളെ സത്കർമ്മ പ്രതിഫലങ്ങളും ആക്കാൻ സാധിക്കും. ഇനി 5+5 ഒന്നുകൂടി നമുക്ക് നോക്കാം. സന്മനസ് സത്ചിന്തകള് സത്കർമ്മങ്ങള് സത്കർമ്മ ഫലങ്ങള് സത്കർമ്മ പ്രതിഫലം. ദുർമനസ് ദുഷ്ചിന്തകള് ദുഷ്കർമ്മങ്ങള് ദുഷ്കർമ്മ ഫലങ്ങള് ദുഷ്കർമ്മ പ്രതിഫലങ്ങള്. ഇപ്പൊ പറഞ്ഞതിനെ ഒന്നുകൂടി പറഞ്ഞു വിചാരിക്കുക, കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ദുർമനസ് ദുഷ്ചിന്തകള് പാപകർമ്മം പാപം നരകം. സന്മനസ് സത്ചിന്തകള് പുണ്യകർമ്മം പുണ്യം സ്വർഗം. അപ്പോ നല്ല മനസ്സിനെ സന്മനസ്സിൽ നിന്ന് സത്ചിന്തകളും സത്ചിന്തകളിൽ നിന്ന് സത്കർമ്മങ്ങളും അല്ലെങ്കിൽ പുണ്യകർമ്മങ്ങളും പുണ്യകർമ്മങ്ങളിൽ നിന്ന് പുണ്യവും പുണ്യത്തിൽ നിന്ന് സ്വർഗവും നമുക്ക് ലഭിക്കുന്നു. ദുർമനസ്സിൽ നിന്ന് ദുഷ്ചിന്തകളും ദുഷ്ചിന്തകളിൽ നിന്ന് പാപകർമ്മവും പാപകർമ്മത്തിൽ നിന്ന് പാപവും പാപത്തിൽ നിന്ന് നരകവും നമുക്ക് ലഭിക്കുന്നു. അപ്പൊ ശരിക്കു പറഞ്ഞാല് ഈ പാപം പാപകർമ്മം നരകം പുണ്യകർമ്മം പുണ്യം സ്വർഗം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതിൽ ഈശ്വരനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടേ ഇല്ല. വേണമെങ്കിൽ പെടുത്താം. നമ്മളുടെ മനസ്സിനെ നമ്മൾ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ സാധിച്ചാൽ ചിന്തകൾ മാറും, കർമ്മം മാറും, കർമ്മഫലം മാറും, കർമ്മത്തിന്റെ പ്രതിഫലം മാറും. അപ്പൊ ശരിക്കും മഹാകവി ഉള്ളൂര് പറഞ്ഞ നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ നമ്മുടെ സ്വർഗവും നരകവുമെല്ലാം നമ്മൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഈ ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ആ പ്രവൃത്തികൾ നന്മ നിറഞ്ഞതാക്കണമെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ചിന്തകൾ നന്മകളാക്കണം, നന്മ നിറഞ്ഞതാവണം. ചിന്തകൾ നന്മ നിറഞ്ഞതാവണമെങ്കിൽ മനസ്സ് നന്മ നിറഞ്ഞതാവണം. ആ മനസ്സ് നന്മ നിറഞ്ഞതാക്കാൻ 4 വഴികളേ ഉള്ളൂ. മനസ്സിനെ നന്മ നിറഞ്ഞതാക്കാൻ നല്ല കഥകൾ കേൾക്കുക. ലോവർ ലെവലിലുള്ള വ്യക്തികളാണെങ്കിൽ കുറച്ചുകൂടി ഉയർന്നാൽ കഥകളും അനുഭവങ്ങളും കേൾക്കുക. മഹാഭാരതം പോലെ കഥകളാണെങ്കിൽ പുരാണങ്ങളിലുള്ളതാണ്. സാധാരണക്കാർക്ക് പുരാണ കഥകൾ കേട്ട് മനസ്സിനെ ദുർമനസ്സിനെ സന്മനസ്സാക്കാം. അതുപോലെ തന്നെ കുറച്ചുകൂടി ഉയർന്നു കഴിഞ്ഞാൽ കഥകളും അനുഭവങ്ങളും കേട്ട് ദുർമനസ്സിനെ സന്മനസ്സാക്കാം. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഉയർന്നു കഴിഞ്ഞാൽ അനുഭവങ്ങൾ മാത്രമുള്ള വാൽമീകി രാമായണം വായിച്ചിട്ട് അതിൽ സ്വാധീനമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മളുടെ ദുർമനസ്സിനെ അനുഭവങ്ങൾ കേട്ട് സന്മനസ്സാക്കാം. അടുത്തത് നമ്മളുടെ 5ാമത്തെ ലെവലിലെത്തുകയാണെങ്കിൽ 4ാമത്തെ ലെവലിലെത്തുകയാണെങ്കിൽ വേദങ്ങൾ. ആ വേദം പഠിക്കുന്നത് ബ്രാഹ്മണർക്ക് മാത്രമേ ഉള്ളൂ, അങ്ങനെയൊന്നുമില്ല, ആർക്ക് വേണമെങ്കിൽ പഠിക്കാം. ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ബ്രാഹ്മണർക്കേ പഠിക്കാവൂന്ന്. വേദം പഠിച്ചവന്റെ പേരാണ് ബ്രാഹ്മണൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മജ്ഞാനേന ഏവ ബ്രാഹ്മണ. അപ്പൊ വേദത്തിലാണെങ്കിൽ സന്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ. ആ സന്ദേശങ്ങൾ കേട്ട് വളരെ ഉയർന്ന ലെവലിലേക്ക് നമ്മൾ എത്തിയാൽ ദുർമനസ്സിനെ സന്മനസ്സാക്കാം. അപ്പോ കഥകൾ കേട്ട് അല്ലെങ്കിൽ കഥകളും അനുഭവങ്ങളും കേട്ട് അല്ലെങ്കിൽ അനുഭവങ്ങൾ മാത്രം കേട്ട് അല്ലെങ്കിൽ ഉപദേശങ്ങൾ കേട്ട് അല്ലെങ്കിൽ ജീവിത സത്യങ്ങൾ, അവസാനത്തേത് ഉപനിഷത്തിലുള്ളത് ജീവിത സത്യങ്ങൾ കേട്ട് കേൾപ്പിച്ചിട്ട് നമ്മളുടെ മനസ്സിനെ അടിമുടി മാറ്റാൻ സാധിക്കും.
അപ്പൊ നരകത്തെ സ്വർഗമാക്കാൻ നമിക്കിലുയരാൻ നടുകിൽ തിന്നാൻ നൽകുകിൽ നേടിയിടാം നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. നമ്മളുടെ സ്വർഗവും നരകവും ഒന്നും ഈശ്വരാധിഷ്ഠിതമല്ല, കർമാധിഷ്ഠിതമാണ്. മറ്റെല്ലാ മതങ്ങൾക്കും സ്വർഗവും നരകവും ഈശ്വരാധിഷ്ഠിതമാണ്. ഈശ്വരന് ഇഷ്ടമുള്ളത് ചെയ്യുക, ഈശ്വരന് വേണ്ടത് ചെയ്യുക, ഈശ്വരനെ സന്തോഷിപ്പിക്കാനായിട്ട് ചെയ്യുക, ഈശ്വരനെ പ്രസാദിപ്പിക്കാനായിട്ട് ചെയ്യുക. നമ്മൾ അങ്ങനെയുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈശ്വരനെ പ്രസാദിപ്പിക്കാനായിട്ട് ചെയ്യുന്നുവെങ്കിൽ പഞ്ചമഹായജ്ഞം ചെയ്യുന്നു എന്നേ അർത്ഥമുള്ളൂ. അല്ലാണ്ട് ഞാൻ പായസം കൊടുത്തിട്ട് ഈശ്വരനെ നമ്മൾ മസ്ക അടിച്ച് ബട്ടർ ചെയ്തിട്ട് നമ്മുടെ കാര്യം നേടുന്നു എന്നില്ല. പഞ്ചമഹായജ്ഞത്തിൽ സമർപ്പിച്ചിട്ട് നമ്മൾ അത് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഈശ്വരനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് സാധാരണക്കാരുടെ പദപ്രയോഗം മാത്രമാണ്. സാധാരണ ഹിന്ദുധർമ്മത്തിൽ ഈശ്വരനെ സന്തോഷിപ്പിക്കാൻ പായസമോ അപ്പമോ അടയോ വടയോ ഒന്നുമല്ല. അത് പഞ്ചമഹായജ്ഞത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്നു. അപ്പൊ ശരിക്കും സ്വർഗവും നരകവും ഒക്കെ നമ്മൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഇപ്പൊ നമ്മളുടെ വീടുകളിലൊക്കെ ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം എന്ന് എഴുതുന്നത് പോലെയോ അല്ലെങ്കിൽ എഴുതുന്നതിന് പകരമോ നമ്മുടെ പ്രവൃത്തി നമ്മുടെ വീടിന്റെ ഐശ്വര്യം എന്ന് എഴുതി വെച്ചു വിചാരിക്കാം. നമ്മുടെ പ്രവൃത്തിയാണ്, കർമ്മമാണ് കർമ്മബലവും കർമ്മത്തിന്റെ പ്രതിഫലവും തരുന്നത്. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. എന്ത് ഭംഗിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. താൻ താൻ നിരന്തരം ചെയ്യുന്ന സത്കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. താൻ താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരും. അപ്പൊ ഇവിടെയാണ് പ്രകൃതിയാണ് നമ്മളുടെ കർമ്മത്തിന്റെ കർമ്മബലം തരുന്നത്. ഈശ്വരന് അതിൽ റോളൊന്നുമില്ല. ഇപ്പൊ സ്വർഗവും നരകവും നല്ല രീതിയിൽ മനസ്സിലാക്കണം. പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ്. പ്രണാമം, നമസ്കാരം.